നവോത്ഥാനം മനുഷ്യരാക്കി മാറ്റിയത് ആരെയാണ്? പൊതുബോധം അനുസരിച്ച് നമ്മുടെ ഉത്തരം അടിസ്ഥാന ജനവിഭാഗത്തെ എന്നായിരിക്കും. എന്നാൽ സത്യം അതല്ല. അടിസ്ഥാന വർഗം മർദ്ദിത ജനത ആണെങ്കിലും മനുഷ്യർ എന്ന നിലയ്ക്ക് അവർക്ക് ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവൻ്റെ ബാഹ്യ സ്വാതന്ത്ര്യത്തെയാണ് പ്രമാണിവർഗവും അവരുടെ മൂല്യങ്ങളും പരിമിതപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഉപരിവർഗം അവർ നിർമ്മിച്ച മൂല്യങ്ങളുടെ തടവുകാരായിരുന്നു. ആ തടവിൽ വരേണ്യ പ്രമാണി സമുദായത്തിനകത്ത് ബലിയാടുകൾ നിരവധി ഉണ്ടായിരുന്നു. ബ്രാഹ്മണ സമുദായത്തെ എടുത്താൽ അതിനകത്തെ സാമൂഹിക അധികാരം മൂത്ത ആളിൽ നിജപ്പെട്ടിരുന്നു. അപ്പന്മാർക്കും അന്തർജനങ്ങൾക്കും യാതൊരു സ്വാതന്ത്ര്യമോ അധികാരമോ അംഗീകാരമോ ഉണ്ടായിരുന്നില്ല. അപ്പൻ നമ്പൂതിരിക്ക് സ്വസമുദായത്തിൽ നിന്ന് വേളി പോലും നിഷിദ്ധമായിരുന്നു. നായർ സ്ത്രീയുമായുള്ള സംബന്ധം മാത്രമാണ് വിഹിതമായി ഉണ്ടായിരുന്നത്. മക്കത്തായമായിട്ട് പോലും അത്തരം ബന്ധങ്ങളിലുള്ള കുട്ടികൾക്ക് പിന്തുടർച്ചാ അവകാശം പോലും ഉണ്ടായിരുന്നില്ല. പ്രസ്തുത നമ്പൂതിരി താല്പര്യം നിലനിർത്താനാണ് ചരിത്രപരമായി നായർ കുടുംബത്തിൽ മരുമക്കത്തായ വ്യവസ്ഥ രൂപം കൊണ്ടത്. അതായത് സന്താനം നമ്പൂതിരിയുടെ ആയാലും നായരുടെ ആയാലും നായർ തറവാട്ടിലെ സ്വത്തിൽ മാത്രമാണ് പിന്തുടർച്ചാവകാശം. അതാണ് മാതൃദായക ക്രമം. പ്രസ്തുത നായർ തറവാട്ടിലെ അധികാര കേന്ദ്രം മൂത്ത നായർ പുരുഷനായിരുന്നു. അവിടെ മരുമക്കൾ വിധേയരെ പോലെ ജീവിക്കേണ്ടി വന്നു. സംബന്ധത്തിനെത്തുന്ന നായർ പുരുഷനും വ്യക്തിത്വമോ അധികാരമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നവോത്ഥാനം ആദ്യം തുടങ്ങിയത് മേൽത്തട്ടിൽ നിന്ന് തന്നെയാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് അതിലെ ആദ്യ മുദ്രാവാക്യം തന്നെ. സമുദായത്തിനകത്ത് നിലനിന്ന അധികാരഘടനയെ, അവയെ നിലനിർത്തുന്ന സാമൂഹ്യ മൂല്യങ്ങളെ നിർമ്മിക്കാനാണ് അത് ആദ്യം ശ്രമിച്ചത്. അവിടെയാണ് അക്കാലത്ത് സ്വസമുദായത്തിൽ നിന്നുള്ള അപ്പന്മാരുടെ വേളി എന്നത് ഒരു വിപ്ലവ പ്രവർത്തനമായി മാറുന്നത്. കുടുംബത്തിലെ മൂത്തവരിൽ കേന്ദ്രീകരിക്കപ്പെട്ട അധികാരവും സ്വത്തും വികേന്ദ്രീകരിക്കപ്പെട്ടു. സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അങ്ങനെ നമ്പൂതിരിക്ക് കൈവന്നു. അന്തർജനങ്ങൾ കൂടുതൽ സ്വതന്ത്രരായി മാറി. അതായത് കേരളീയ നമ്പൂതിരിയുടെ ജീവിതം നവോത്ഥാനത്തോടും പിന്നീട് രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനോടും കടപ്പെട്ടിരിക്കുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലുള്ള MRBയെ പോലുള്ള EMSനെ പോലുള്ള നിരവധി മഹാരഥന്മാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. പത്രങ്ങൾ, മാസികകൾ, നാടകങ്ങൾ, അങ്ങനെ നിരവധി ജിഹ്വകൾ ഇത്തരത്തിലുള്ള ആന്തരിക സമരത്തിന് ഉപയോഗിച്ചു. അതിന് ഫലമുണ്ടായി. നമ്പൂതിരി മനുഷ്യനായി മാറി. നിശ്ചയമായും നവോത്ഥാനത്തിൻ്റെ പ്രധാന ഗുണഭോക്താവ് കീഴാള ജനത തന്നെയാണ്. അവരുടെ ജീവിതം പരിഷ്കരിക്കാൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാരായണ ഗുരു ഈഴവ സമുദായത്തിലും അയ്യങ്കാളി ദളിത് സമുദായത്തിലും നവോത്ഥാനത്തിൻ്റെ വെളിച്ചം കൊണ്ടുവന്നു. അത് സമൂഹം ആകെ ആളിപ്പടരാൻ തുടങ്ങി. പാശ്ചാത്യ പൗരസ്ത്യ വിദ്യാഭ്യാസം കിട്ടിയവർ അതിലേക്ക് എളുപ്പം ആകൃഷ്ടരായി. അവർ കീഴാള വിഭാഗത്തിൻ്റെ സാമൂഹ്യ സ്വപ്നങ്ങൾക്കൊപ്പം നിന്നു. സമത്വബോധം സമൂഹത്തിൽ പടരാൻ ആരംഭിച്ചു. അതായത് ഓരോ സമുദായ അടരിലേക്കും പടർന്ന നവോത്ഥാനത്തിൻ്റെ വെളിച്ചം മൊത്തത്തിലുള്ള സാമൂഹ്യ അധികാര ഘടനയ്ക്ക് മീതെ ചോദ്യങ്ങൾ ഉയർത്താൻ തുടങ്ങി. അവിടെയാണ് അയ്യങ്കാളിയിൽ നിന്ന് ആദ്യ അവകാശ സമരം ആരംഭിക്കുന്നത്. സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാഠം കൊയ്യില്ല എന്ന് തൊഴിലാളി വർഗം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ സമരമായിരുന്നത്. ഇതിന് തുടർച്ചയുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപപ്പെടലോടുകൂടിയാണ്. കർഷക തൊഴിലാളികളാണ് ആദ്യമായി ഫ്യൂഡൽ അധികാരഘടനയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. കർഷക തൊഴിലാളി സമരമാണ് ഫ്യൂഡൽ ഭൂപ്രഭുത്വത്തെ തകർക്കുന്ന പ്രക്ഷോഭ രൂപവുമായി അതിവേഗം വളർന്നത്. അതാണ് പിന്നീട് കൃഷിഭൂമി കൃഷി ചെയ്യുന്നവന് എന്ന മുദ്രാവാക്യമായി വികസിച്ചത്. അതിനെ പിൻപറ്റിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ സർക്കാർ അധികാരമേൽക്കുന്നത്. ആ സർക്കാരാണ് ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ സാർവത്രികവൽക്കരണം കൊണ്ടുവന്നത്. അതായത് നവോത്ഥാനം അപനിർമ്മിച്ച സാമൂഹ്യ മൂല്യഘടനയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ വളർത്തിയത്. അതിൻ്റെ പരിണിതിയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. പിന്നീട് നടന്നത് ചരിത്രമാണ്.